നമസ്കാരം സുഹൃത്തുക്കളെ, പോളൻ മലയാളി. ഞാനിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിൽ രാധാപുരത്തിനടുത്താണ് കേട്ടോ. ഇവിടെ ആറ്റാങ്കര പള്ളി ദർഗയാണ്. ഫാമിലിയായിട്ടൊക്കെ വന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പള്ളിയും പള്ളിയുടെ പരിസരവും അതിനുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. വാ. ഇതേണ്ട ഇവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നത് കേട്ടോ. വൈകുന്നേരം വന്നതാണ്, ഇന്നലെ വൈകുന്നേരത്ത് വന്നതാണ്. മഹാരാജ ലോഡ്ജ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. പുതിയൊരു ലോഡ്ജാണ്. ഈ പള്ളിയുടെ പരിസരത്തൊന്നും അത്ര എനിക്ക് നല്ല കംഫർട്ടായിട്ട് തോന്നിയില്ല. ഇവിടുന്ന് ഒരു 2 മിനിറ്റ് അങ്ങോട്ട് നടക്കാനേ ഉള്ളൂ പള്ളിയിലേക്ക് പോകാൻ കേട്ടോ. വേണ്ട, ഇതാണ് പള്ളിയുടെ എൻട്രൻസ് കേട്ടോ. ഷെയ്ഖ് മുഹമ്മദ് വലിയുള്ള സയ്യിദ് അലി ഫാത്തിമ റളിയല്ലാഹു അൻഹ അവരാണ് ഇവിടെ അടങ്ങിയിരിക്കുന്നത് കേട്ടോ. ഇതിന് പരിസരത്തായിട്ട് ഒരുപാട് കടകളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് കേട്ടോ. മലയാളികളൊക്കെ ഇഷ്ടം പോലെ ഇവിടെ വരാറുണ്ട്. പള്ളിയിലേക്ക് ആവശ്യമുള്ള നേർച്ചകളൊക്കെ ഇരിക്കുന്ന കണ്ടോ. പൂവ്, പഴം, പട്ട്, തിരി, വിളക്ക്. നമുക്കിനി പള്ളിക്കകത്തോട്ട് പോവാം കേട്ടോ. ഇത് കാണുന്നതാണ് പള്ളി കേട്ടോ. ഇതിന് മുന്നിലായിട്ട് ഒരുപാട് വേപ്പ് മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, ആൾക്കാരൊക്കെ മുറ്റത്തൊക്കെ ഒരുപാട് പേര് ഇരിക്കുന്നതൊക്കെ കണ്ടോ. ഇവിടൊക്കെയാണ് രാത്രിയിൽ ആൾക്കാരൊക്കെ ചിലർ കടന്നുറങ്ങുന്നത്. പിന്നെ പരിസരത്തായിട്ടൊക്കെ അതേ ചെറിയ ചെറിയ റൂമുകളൊക്കെ കിട്ടുമെന്ന് തോന്നുന്നു കേട്ടോ. വേപ്പ് മരം നിൽക്കുന്നതൊക്കെ ഇതിന് ചുവട്ടിലിരിക്കുമ്പോൾ എന്താ സുഖമല്ലേ. ശരിക്കും വേപ്പ് നല്ലൊരു ഔഷധം തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാൽ. പ്രത്യേകിച്ച് ഈ ദർഗകളിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ വേപ്പ് വെച്ചവർ പിടിപ്പിക്കാറുണ്ട്. ആളുകൾക്ക് മനസ്സും ശരീരവും അങ്ങ് തണുക്കും ശരിക്കും ഇതിൻ്റെ ചുവട്ടിലിരിക്കുമ്പോഴേ. ഇനി ദർഗയ്ക്കുള്ളിലോട്ട് പോകാം കേട്ടോ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ദർഗയ്ക്കുള്ളിൽ പ്രത്യേകിച്ച് പരികർമ്മിയോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ തന്നെ പോയി എല്ലാ കാര്യങ്ങളും ചെയ്യണം. അതായത് ഈ ഇവിടുത്തെ നേർച്ചകളൊക്കെ നമ്മൾ തന്നെ പോയി മക്ബറയിൽ സമർപ്പിക്കുക എന്നുള്ളതാണ്. സാധാരണ ഈ ദർഗയിലൊന്നും അത് അനുവദനീയമല്ല. അവിടെ പ്രത്യേകം ആൾക്കാരുണ്ടാവും കേട്ടോ. മനസ്സും ശരീരവും ശുദ്ധി വരുത്തി എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും എല്ലാ മതസ്ഥർക്കും ഉള്ളിൽ പോവാം കേട്ടോ. ഇതേണ്ട ഇവിടുത്തെ പാചകപ്പുര കണ്ടോ. ഇവിടെ ഇവർ നേർച്ച ബിരിയാണിയൊക്കെയാണ് വെച്ച് കൊടുക്കുന്നത്. മട്ടൻ ബിരിയാണിയൊക്കെയാണ് കേട്ടോ. ഇവിടെ ആടിനെയൊക്കെ നേർച്ച കൊടുക്കാറുണ്ട് ആൾക്കാർ. അത് ഇവിടെ അറുത്ത് പാചകം ചെയ്ത് ഇവിടെ ഉള്ളവർക്കെല്ലാം കൊടുക്കും. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു പള്ളിയും പരിസരമൊക്കെ കണ്ടില്ലേ. ഒരുപാട് മലയാളികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളെ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.